ഹരിപ്പാട് മരണപ്പെട്ട സാവരിയുടെ വീട്ടിൽ സന്ദർശിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ വിവരം കിട്ടിയത്. അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നു. തിരുവനന്തപുരം ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായിട്ട് വീടുകളിൽ പൈപ്പ് വഴി ഗ്യാസ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി, ആ പദ്ധതിയുടെ പ്രവർത്തനത്തിൽ പൈപ്പിട്ടതിലുള്ള ആഴക്കുറവോ അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് റോഡ് പണി നടത്തുന്ന ആളുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളോ, ഇതിൽ രണ്ടിലൊന്നിൻ്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള ഒരു ചോർച്ച സംഭവിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വിശദമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ട ആവശ്യം വരും. ഈ തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും പൈപ്പിടുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും അതിനു വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത്. ആറടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞത്? 6 അടി എന്നാണ് പറയുന്നത്. പോലീസ് പറഞ്ഞത് 1 മീറ്റർ എന്നാണ്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു വിശദമായിട്ടുള്ള അന്വേഷണം നടത്താൻ പെട്രോളിയം വകുപ്പിനോട് ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഇത് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഏജൻസികൾ ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണോ പൈപ്പിടുന്നത് എന്ന് ഉറപ്പുവരുത്താനും, അതുപോലെ ഈ പൈപ്പിട്ട സ്ഥലങ്ങളിൽ റോഡ് പണി നടക്കുമ്പോൾ അത് മുൻകൂട്ടി അനുവാദം വാങ്ങിയിട്ട് മാത്രമേ റോഡ് പണി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. എന്തായാലും ഈ കാര്യം സർക്കാരിൽ, കാരണം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് ഈ ജോലിയുടെ ഉത്തരവാദിത്വം ഉള്ളത്. അവരാണ് ഇത് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയുടെ ആവശ്യകതയും അതിന് പാലിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ചർച്ച ചെയ്യും. അല്ല, ധാരാളം സ്ഥലങ്ങളിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, പാചകവാതകം അതിപ്പോൾ കണ്ടുപിടിക്കേണ്ടി വരും, അന്വേഷിക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ഈ സ്ഥലത്ത് മാത്രമാണ് മാനേജർ ഉണ്ടല്ലോ ഇവിടെ. അല്ല, അതിൽ ഒരു ചെറിയ പ്രദേശത്തേക്ക് വേണ്ടി മാത്രമാണ് അവരടക്കുന്നത്. അവർ മുഴുവൻ സ്ഥലം അടക്കുകയല്ലല്ലോ.